തൊഴിൽ വാർത്തയിൽ നിന്നുള്ള ഏതാനും കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. LP UP ഡിഗ്രി പ്രിലിമിനറി എക്സാം, LDC LGS പോലുള്ള എക്സാമിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ആദ്യത്തെ ചോദ്യം, വ്യക്തികളുടെ ശബ്ദത്തിന്റെ തനിപ്പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതിക വിദ്യ. ഉത്തരം വോയിസ് എഞ്ചിൻ. വെറും 15 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വ്യക്തിയുടെ റെക്കോർഡ് ചെയ്ത ശബ്ദം ഉപയോഗിച്ച് അയാളുടെ ദീർഘ സംഭാഷണം നിർമ്മിച്ചെടുക്കാൻ വോയിസ് എഞ്ചിന് സാധിക്കും. കച്ചത്തീവ് ദ്വീപ് എവിടെയാണ്? ഉത്തരം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിൽ. തമിഴിൽ കച്ചത്തീവ് എന്നതിന് അർത്ഥം തരിശു ദ്വീപ് എന്നാണ്. 185 ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ജനവാസമില്ലാത്ത ഈ ദ്വീപ് നിലവിൽ ശ്രീലങ്കയിലെ ജാഫ്ന ജില്ലയുടെ ഭാഗമാണ്. ആദ്യകാലത്ത് ജാഫ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ദ്വീപ് 17-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം കേന്ദ്രീകരിച്ച രാമനാട് രാജ്യത്തിന്റെ അധീനതയിലായി. 1974 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം കരാറിലൂടെ കച്ചത്തീവ് ശ്രീലങ്കയുടേതാണെന്ന് അംഗീകരിച്ചു. 50 വർഷം മുമ്പ് ഈ കൈമാറ്റം നടത്തിയ കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയതോടെയാണ് കച്ചത്തീവ് വീണ്ടും വാർത്തകളിൽ സ്ഥാനം പിടിച്ചത്. അടുത്ത ചോദ്യം, ഏത് കായിക കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് 2024 ഏപ്രിൽ 1 അന്തരിച്ച P. രവി അച്ഛൻ? ഉത്തരം ക്രിക്കറ്റ്. കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും ചേന്ദമംഗലം പാലിയം കുടുംബത്തിലെ വലിയച്ഛനുമായിരുന്നു. അടുത്ത ചോദ്യം, ഗൂഗിൾ സ്ഥാപകരായ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച Gmailന് 2024 ഏപ്രിൽ 1 എത്ര വയസ്സ് തികഞ്ഞു? ഉത്തരം 20. മാർച്ച് 27 വാഷിംഗ്ടണിൽ അന്തരിച്ച ഡാനിയൽ കാനമാൻ ഏത് നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഉത്തരം സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ മനഃശാസ്ത്രജ്ഞൻ. 2002 നൊബേൽ സമ്മാനത്തിന് അർഹനായത്. മനുഷ്യരുടെ സാമ്പത്തിക തീരുമാനങ്ങളെ അവരുടെ മനോവ്യാപാരങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ബിഹേവിയറൽ ഇക്കണോമിക്സിന്റെ തുടക്കക്കാരനാണ്. ആമോസ് ടവേഴ്സ്കിയുമായി ചേർന്നായിരുന്നു കാനമന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ. കാനമൻ രചിച്ച പ്രസിദ്ധ കൃതിയാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഇസ്രായേലിൽ ജനിച്ച് US താമസമാക്കിയ കാനമൻ അന്ത്യം വരെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ പ്രദേശങ്ങൾക്കാണ് ചൈന അടുത്തിടെ വീണ്ടും പുതിയ പേരുകൾ നൽകിയത്? ഉത്തരം അരുണാചൽ പ്രദേശ്. സംസ്ഥാനത്തെ 30 സ്ഥലങ്ങൾക്കാണ് പുതിയ പേരുകൾ നൽകിക്കൊണ്ട് ചൈന സ്ഥലനാമ പട്ടിക പുറത്തിറക്കിയത്. 2017 6ഉം 2021 15ഉം 2023 13ഉം പ്രദേശങ്ങൾക്ക് പേര് നൽകിക്കൊണ്ടുള്ള പട്ടിക നേരത്തെ പുറത്തുവിട്ടിരുന്നു. പോർച്ചുഗലിന്റെ പുതിയ പ്രധാനമന്ത്രി? ഉത്തരം ലൂയിസ് മോണ്ടിനെഗ്രോ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി? ഉത്തരം സദാനന്ദ് വസന്ത് ദത്തെ. ഇദ്ദേഹം പൂനെ സ്വദേശിയാണ്. 26/11 മുംബൈ ഭീകരാക്രമണത്തിൽ ഭീകരരെ നേരിട്ട് പരിക്കേറ്റ ദത്തെ ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. 2024 ആബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ? ഉത്തരം മൈക്കൽ തലാഗ്രാൻഡ്. നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന നീൽസ് ഹെൻറിക് ആബേലിന്റെ പേരിൽ നോർവേയിലെ രാജാവ് നൽകി വരുന്ന ഗണിതശാസ്ത്ര സമ്മാനമാണിത്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം? ഉത്തരം ശ്രീലങ്ക. ശ്രീലങ്ക 2024 ജൂലൈ 19 മുതൽ 28 വരെയാണ് മത്സരങ്ങൾ നടത്തുന്നത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ? ഉത്തരം പവൻ ദവുലൂരി. ഇദ്ദേഹം IIT മദ്രാസ് പൂർവ്വ വിദ്യാർത്ഥിയാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം ബിജയ് ഛേത്രി. യുറഗ്വൻ ഫുട്ബോൾ ക്ലബ്ബായ കോളൻ FCക്കു വേണ്ടിയാണ് കരാറിൽ ഏർപ്പെട്ടത്. മണിപ്പൂർ സ്വദേശിയാണ് ബിജയ്. ചരിത്രത്തിൽ ആദ്യമായി ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ സൗദി അറേബ്യയും പങ്കെടുക്കും. ആരാണ് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത്? ഉത്തരം റൂമി അൽ ഖഹ്താനി. 2024 സെപ്റ്റംബറിൽ മെക്സിക്കോയിൽ വെച്ചാണ് വിശ്വസുന്ദരി മത്സരം നടക്കുന്നത്. അമേരിക്കൻ ബിസിനസ് മാഗസിനായ ഫോബ്സ് മാസിക തയ്യാറാക്കിയ 2024 ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്? ഉത്തരം ബെർണാഡ് അൾനാട്ട്. ലൂയി വിട്ടൻ അഥവാ LVMH എന്ന ഫാഷൻ കമ്പനിയുടെ ഉടമയാണ് ഫ്രഞ്ചുകാരനായ അർണോൾട്ട്. 19.34 ലക്ഷം കോടി രൂപയാണ് ആസ്തി. ടെസ്ല, സ്പേസ് എക്സ് എന്നിവയുടെ ഉടമയായ 52-കാരൻ ഇലോൺ മസ്ക് ആണ് രണ്ടാമത്.
ആസ്തി $19,500 കോടി. ആമസോൺ ഉടമ 60-കാരനായ ജെഫ് ബെസോസ് ആണ് 3-ാം സ്ഥാനത്ത്. ആസ്തി $19,400 കോടി. ഇന്ത്യക്കാരിൽ $11,600 കോടി ആസ്തിയുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയാണ് 1-ാം സ്ഥാനത്ത്. ആഗോളതലത്തിൽ ആദ്യ 10-ൽ ഇടം പിടിച്ച ഏക ഇന്ത്യക്കാരൻ ഇദ്ദേഹമാണ്. മലയാളികളായ അതിസമ്പന്നരിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി 1-ാം സ്ഥാനം നിലനിർത്തി. 2024 ഏപ്രിൽ 2-ന് അന്തരിച്ച ഹുവാൻ വിൻസെന്റ് പെരസ് മോറ ഏത് നിലയിലാണ് ശ്രദ്ധേയനായിരുന്നത്? ഉത്തരം ലോകത്തെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ. 2022 ഫെബ്രുവരി 4-നാണ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്ന റെക്കോർഡിനുള്ള സാക്ഷ്യപത്രം ഗിന്നസ് അധികൃതർ മോറയ്ക്ക് നൽകിയത്. അന്ന് 112 വയസ്സും 253 ദിവസവുമായിരുന്നു പ്രായം. 1909 മെയ് 27-ന് എൽ കോബ്രെ പട്ടണത്തിൽ ജനിച്ച മോറയ്ക്ക് 11 മക്കളും 41 പേരക്കുട്ടികളുമുണ്ട്. അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ T സെല്ലുകളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ആരംഭിച്ചു. പേരെന്ത്? ഉത്തരം CAR-T സെൽ തെറാപ്പി. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക സ്ഥാനമുള്ള ശ്വേതരക്താണുക്കളാണ് T സെല്ലുകൾ. അർബുദം ബാധിച്ച കോശങ്ങളെ ആക്രമിക്കാൻ T സെല്ലുകളെ പ്രാപ്തമാക്കുന്നതാണ് ചികിത്സാ രീതി. ലോക ഹോമിയോപ്പതി ദിനം എന്ന്? ഉത്തരം ഏപ്രിൽ 10. ഹോമിയോപ്പതി എന്ന ചികിത്സാ ശാസ്ത്രം കണ്ടെത്തിയ ജർമ്മൻ വൈദ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ സാമുവൽ ഫെഡറിക് ക്രിസ്ത്യൻ ഹനിമാന്റെ ജന്മദിനമാണ് ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത്.